ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വ്ളോഗായിട്ട് വന്നിക്കാനുണ്ട്. കുറേ ടൈം എടുത്ത് എഡിറ്റ് ചെയ്ത് ഇടാൻ. അപ്പോൾ ഇത് അവിടുത്തെ ഞങ്ങൾ അൽബേനിയത്തെ ഞങ്ങളുടെ ഡേ 3ഉം ഡേ 4ഉം ആണ്. ചെറിയൊരു വ്ളോഗാട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യും വിചാരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഞങ്ങളിവിടെ വ്ലോറിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക. ബീച്ചും പിന്നെ ഒരു കനീന കാസ്റ്റിൽ എന്ന് പറഞ്ഞൊരു കാസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോവാണ്. ഒലീവ്, ഇവിടെ ഒലീവും ബാക്കിൽ എന്താണ് നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു ഏരിയ, ഇവിടെ ഉള്ളതൊക്കെ ഈ ഒരു ഞങ്ങളെടുത്ത വില്ല ഏരിയയിൽ എന്ന് പറഞ്ഞൊരു വില്ലയല്ല ഞങ്ങളെടുത്ത സ്റ്റുഡിയോ, അതിൻ്റെ തന്നെയാണ് ഇവിടെ ഉള്ള ഈ ബിൽഡിങ്ങുകളൊക്കെ. എല്ലാത്തിലും അവർക്ക് റൂമുണ്ട്. അങ്ങനെ സ്റ്റുഡിയോവും 1 ബെഡ്റൂം ഫ്ലാറ്റും വെറും റൂമും ടോയ്ലറ്റും ആയിട്ടും അങ്ങനെ കുറേ എല്ലാ ടൈപ്പും. അവിടുന്ന് ഞങ്ങൾ നേരെ ഫസ്റ്റ് പോയത് വ്ലോർ ബീച്ചിലേക്കാണ് കേട്ടോ. വ്ലോർ ബീച്ച് അവിടെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ അതിൻ്റെ അടുത്തായിട്ട് റൂം എടുത്തതിന് ആകെ 15 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എവിടെയും പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം കറങ്ങി, ഈ ബീച്ച് സൈഡിലൊക്കെ തന്നെ കുറേ നേരം കറങ്ങിയാണ് ഉള്ളിലൊരു സ്ഥലം കിട്ടിയിട്ട് ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തത്. ഞങ്ങൾ പോണ സ്ഥലത്തൊന്നും ആരും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ വിൻ്ററിൽ ഓഫ് സീസണാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയത്, ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് എന്താ തോന്നിയെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ ഓഫ് സീസൺ ടൈമിലാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെൻസ് ഭയങ്കര കുറവായി കിട്ടും. കാരണം അത് എല്ലാത്തിനും റെൻറ്റും നമുക്ക് റൂമിന് റെൻറ്റും എല്ലാതും കുറഞ്ഞുകൊണ്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയ ടൈം പറഞ്ഞാൽ ഭയങ്കര വിൻ്ററും അല്ല സമ്മറും അല്ല, ഒരു നമുക്ക് തണുക്കാൻ പറ്റുന്ന സഹിക്കണ ഒരു തണുപ്പും അങ്ങനത്തെ ഒരു സീസണായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ആ ടൈമിൽ പോയത് നന്നായി. ബീച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. തിരമാലയൊക്കെ കുറവാണ് നമ്മൾ നാട്ടിലത്തെ ബീച്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അത് വെള്ളത്തിൻ്റെ കളറും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ നടക്കാൻ വരും, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു എന്നല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പിന്നെ ഇവിടെ അടുത്ത് തന്നെയുള്ള വേറെ സ്ഥലത്ത് കൂടെ പോകാണ്ടായിരുന്നു കേട്ടോ, സരണ്ടേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടേക്ക് ഞങ്ങൾ പോയില്ല. എന്താ വെച്ചാൽ നാളെ ഞങ്ങളെ ട്രിപ്പ് അവസാനിക്കുന്ന ദിവസം. അപ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിലൊരു പേടി തോന്നി അങ്ങോട്ട് പോകാൻ. എന്തുകൊണ്ട് എനിക്കറിയില്ല, പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഫീൽ വന്നു. അപ്പോൾ പിന്നെ ഞാനിക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ തിരാനേക്ക് തിരിച്ചു പോയി. ഇവിടെ 1-2 സ്ഥലത്തും കൂടെ പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞങ്ങൾ റൂമൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് കണ്ടൊരു കഫേയിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ അവിടെ അധികം ഭയങ്കര ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ക്രോസൻറ്റും അങ്ങനെ ഓരോ സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പിസ്താഷ്യോൻ്റെ ഒരു ഫില്ലിംഗ് ഉള്ള ഒരു ക്രോസൻ്റ് ആട്ടോ വാങ്ങിയത്. അതുണ്ടല്ലോ അടിപൊളി ടേസ്റ്റ്. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത, ഇക്ക എന്നോട് വേണോ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമല്ല പറഞ്ഞു. പിന്നെ എന്തെങ്കിലും കഴിച്ചോ പറഞ്ഞിട്ട് ഇക്ക നിർബന്ധിച്ചിട്ടാണ് ഞാനോ വാങ്ങിയത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുന്നേ ഒരു പ്രാവശ്യം കൂടി അത് തിരഞ്ഞു പിടിച്ച് വീണ്ടും അത് കഴിച്ചു. ഇപ്പോൾ UK വന്നിട്ടും ഞാൻ ഈ പിസ്താഷ്യോൻ്റെ ഫില്ലിംഗ് ഉള്ളത് ഉണ്ടോ നോക്കലുണ്ട്. അത്ര ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ആ പിസ്താഷ്യോ ക്രീമിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ എന്തോ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ കഴിച്ചപ്പോൾ മനസ്സിലായി നല്ല അടിപൊളിയാണെന്ന്. കോഫി കുഴപ്പമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കനീൻ കാസ്റ്റിലാട്ടോ പോയത്. അതിവിടെ അടുത്ത് തന്നെയുള്ളൊരു കാസ്റ്റിലാണ്. അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ നല്ല രസമാട്ടോ. നമ്മളാ ഒരു താഴത്തേക്ക് നോക്കിയാൽ ആ ഒരു ബീച്ചിൻ്റെ വ്യൂ കാണാം. നമുക്ക് 2-3 വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി അവിടെ നിന്നൊക്കെ കണ്ടിട്ടാട്ടോ പോയത്.
നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ കാണാൻ. ഞങ്ങൾ ശരിക്ക് ഗൂഗിളിൽ ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലം ഇങ്ങോട്ട് പോകുന്നപ്പോൾ എവിടെയൊക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ ഈ ഒരു ഇതിൻ്റെയൊക്കെ വ്ലോർ ബീച്ചിൻ്റെ ഇമേജ് നോക്കിയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എടുത്തിട്ടുള്ള വീഡിയോയും ഫോട്ടോ കേട്ടോ കണ്ടിരുന്നത്. ഞങ്ങൾ ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾ കരുതിയിരുന്നു ഇതല്ലല്ലോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടുന്ന് നോക്കിയപ്പോൾ മനസ്സിലായി നമ്മൾ കണ്ടത് ഇവിടുന്ന് നോക്കിയാൽ ആ ബീച്ചാണല്ലോ കാണുന്നത്. അപ്പോൾ ഇവിടുന്നുള്ള വ്യൂസാണ് നമ്മൾ ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കാനിയൻ കാസ്റ്റിൽ എത്തിയിട്ട് ഇവിടെ കണ്ടോ കാസ്റ്റലിൻ്റെ അടുത്തൊന്നും പാർക്കിംഗ് ഇല്ല കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിടാനല്ലാതെ പാർക്കിംഗ് സ്ലോട്ടായിട്ടൊന്നുമില്ല. അങ്ങനെ പിന്നെ കുറച്ച് നടക്കാൻ കേട്ടോ. കാസ്റ്റലിൻ്റെ അടുക്ക് നമ്മൾ കുറേ നടക്കണം. സാധാരണ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ടിക്കറ്റ് ഇല്ല കേട്ടോ. അവിടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഒന്നും ആൾക്കാരൊന്നുമില്ല. അവിടെ ഒരു കൗണ്ടറും റേറ്റൊക്കെ എഴുതി വെച്ചിട്ടു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇല്ലല്ല, ഒരുപാധികം ശക്തിയോടെ ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. ബാക്കിൽ കടലുണ്ടോ? ഒരു വില്ലേജാണ് ഇവിടെ പണ്ടത്തെ. കോഴിയൊക്കെ ഉണ്ട്. ഇവിടുള്ള ഓരോരോ വീടുകൾ കണ്ടു, ചെറിയ വീടുകളാണ് ഇതൊക്കെ. കണ്ടോ, ഇതൊക്കെ കുറേ എണ്ണം പൊളിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഇവർ പറയണത്. പക്ഷെ ഇത് കൊട്ടാരം ആണല്ലേ. കലാച്ച കനീന കാസ്റ്റൽ. നന്നായി. ഇവിടെ എന്തൊരു വൻ വ്യൂ കാണുന്ന പോലെ തോന്നുന്നുണ്ട്. സംഭവം ഇറുക്കിലോക്കി ആരും ഇല്ലാത്ത നന്നായിട്ടോ. ചങ്ങായി കണ്ടോ, ഇവിടെ 300 ലേക്ക് 3 യൂറോ 2 സംതിങ് പൗണ്ടോളം ഇവിടെ ചാർജ് ഉണ്ട്. കാണാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരുമില്ല. ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ ഇവിടെ ടവറൊക്കെ ഉണ്ട്. വില്ലേജ് കുറേ പൊട്ടി പൊടിഞ്ഞു പോയി. ഒരു വില്ലേജാണ് ഇവിടെ ഇങ്ങനെ ഫുൾ ഏരിയയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കുറേ പൊട്ടി പൊടിഞ്ഞു പോയി. പാർട്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ എന്താ തിരക്കില്ലാത്ത ഞങ്ങൾക്കറിയില്ല. വ്ലോറിൽ ഏറ്റവും പോപ്പുലർ അട്രാക്ഷൻ്റെ ഒന്നാണിത്. വിൻ്ററിന് ഇവിടെ സീസൺ അല്ല കേട്ടോ ടൂറിസ്റ്റുകളൊന്നും വരാൻ. കാരണം തണുപ്പുമാണ്. പിന്നെ അതിൻ്റെ പുറത്ത് ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഇരുട്ടാവും ചെയ്യും. അപ്പോൾ നമുക്ക് അധികം ഒന്നും കറങ്ങാൻ പറ്റില്ല. ഇവിടെ സ്ഥലങ്ങൾ അൽബേനിയയിൽ ഫുൾ സ്ഥലങ്ങൾ തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ അധികം ആരും വിൻ്ററിൽ വരില്ല. അതുകൊണ്ട് ഞങ്ങൾ പോണ സ്ഥലത്തൊക്കെ ഞങ്ങൾ ഒറ്റകൊള്ളും ഉണ്ടാവില്ല. ഇക്കൊരു കുന്നിൻ്റെ മുകളിൽ കയറി പോയിക്കോളാം. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിറച്ച ആടിൻ്റെ സംഭവങ്ങൾ കണ്ടിരിക്കണേ. ഇവിടുത്തെ
വ്യൂ ഉണ്ടോ അടിപൊളിയാണ്. ഫുൾ സിറ്റി നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടെ ഒക്കെ നടന്നു പോകുന്നു. ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും കാസ്റ്റിൻ്റെ ഒരു ബോർഡറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പൊളിഞ്ഞു പോയിക്കൊണ്ട് തോന്നുന്നു. കണ്ടോ മതിലൊക്കെ ബോർഡറുകൾ. പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ കുറേ നേരം ഇരുന്നു തണുത്തിട്ട്. ഞങ്ങൾ ജാക്കറ്റൊന്നും എടുക്കാതെ കാർന്ന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പ്. വാ പോര്, കമോൺ. ഇതിന്റെ മുകളിലൊന്നും കയറാൻ പോകും. ഞാൻ കയറും. ഞാനാകെ കൊയങ്ങി. എനിക്ക് തണുത്തിട്ട് കാറിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതി നോക്കണം. ഇക്ക ഓട് തന്നെ ഒന്നും കൊണ്ടുപോകാതെ. അപ്പം ഞങ്ങൾ തിരിച്ചിറങ്ങാം. പോവാന്നും പറഞ്ഞിറങ്ങിയിട്ട് പിന്നെ അത് ഒരാൾ അപ്പുറത്തെ സൈഡ് കൂട്ടണം. ആ സൈഡിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞിട്ട് ഞാനില്ല പറഞ്ഞ് ഇവിടെ ഇരുന്നു. പിന്നെ എനിക്കവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനും പേടിയാവും. അതുകൊണ്ട് ഞാനും പോകാൻ വിചാരിച്ചു. ഭയങ്കര വീഡിയോ ഒക്കെ എടുക്കണ്ട അവിടെ. എന്ത് രസം ഇവിടുന്ന് കാണാൻ. അൽബേനിയൻ്റെ ഫ്ലാഗുകളൊക്കെ ഉണ്ട്. മീ കൊടുക്കൊക്കെ ഏതൊക്കെ കയറിപ്പോണം. വാവ്, എൻ്റെ കഴുത്തിൽ എന്തോ തൂക്കിയിട്ടിക്കൊണ്ടൊരു മണി സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ട. നമുക്ക് ഈ സൈഡിൽ പോയേക്കാം. ആ സൈഡ് നമ്മൾ കണ്ടില്ലേ. ഇവിടുന്ന് നോക്കിയാൽ ഒരു സൈഡ് ഫുള്ള് ബീച്ചും മറ്റേ സൈഡ് ഫുള്ള് ബിൽഡിങ്സും ഒക്കെ. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. കണ്ടോ, അമ്മ രാവിലെ പോയ ബീച്ച് തന്നെ. എന്തോ ലീവാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ, എനിക്കറിയില്ല. നമുക്ക് താപ്പൂക്കെ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തുനിന്ന് ഇപ്പൊ കടി ഓടിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിട്ടോ. ഞങ്ങൾ രണ്ടാളും അവിടുന്ന് ഇറങ്ങിയിട്ട് താഴത്തെത്തി ഇങ്ങനെ വേറൊരു വീഡിയോ എടുക്കായിരുന്നു. അപ്പോൾ ഉണ്ട് ബാക്കിൽ നിന്ന് ആ ഒരു മണി ശബ്ദം ഇങ്ങനെ കേൾക്കണം. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് രണ്ടും ഞങ്ങളുടെ പിന്നാലെ കുത്താൻ വരിക. പിന്നെ അവിടുന്ന് ഓരോ ഞങ്ങൾ കല്ലെടുത്താക്കിയ പൈറ്റകൾ ഓടി. പിന്നെ ഞങ്ങൾക്ക് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയിൽ അതിനളക്കി വിട്ടത് പിന്നാലെ കൂടി. അങ്ങനെ തോണ്ടി വിളിച്ചോടുന്നതാണ് നിങ്ങൾ. പിന്നെ കണ്ടോതിട്ടുകൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള വഴിയിൽ വന്നിരിക്കുന്നു. പിന്നെ പിന്നാലെ പോയി ഐറ്റങ്ങളെ താഴെ ഇറക്കി. ഞാൻ ബാക്കിൽ മെല്ലെ ഇറങ്ങി വരുന്നു. എനിക്ക് ഭയങ്കര പേടി അങ്ങനത്തെ ജീവികളൊക്കെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. എൻ്റെ പകുതി ജീവൻ അവിടെ പോയിക്കണം. ഇപ്പം ഞങ്ങൾ പോകുന്നത് ആ ചെമ്മീൻ കൊണ്ട് കൊടുക്കുന്നു. അപ്പം ഞങ്ങൾ പോവാം.
അവിടുന്ന് പിന്നെ അതിന് ശേഷം ഞങ്ങൾ വന്നത് മുറാദിക് മോസ്ക് എന്ന് പറഞ്ഞൊരു മോസ്ക് കേട്ടോ. 1537 ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു മോസ്ക്. ഒരു ടർക്കിഷ് ആർക്കിടെക്റ്റ് ഉണ്ടാക്കിയതാണ്. അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ കുറേ പുറത്ത് വന്നിട്ട് പാർക്ക് ചെയ്ത്. ഞങ്ങൾ എന്നിട്ട് മോസ്കക്ക് നടക്കണ വഴിയിൽ ഞങ്ങൾ വേറൊരു വ്ലോർ ഓൾഡ് ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് കണ്ടു കേട്ടോ. പേര് ഓൾഡ് ടൗൺ എന്നാണെങ്കിലും ബിൽഡിങ്സും എല്ലാതും ഭയങ്കര പുതിയതുപോലെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഫുള്ള് ഷോപ്പിംഗ്, ഇങ്ങനെ ഡ്രസ്സുകളുടെ ഷോപ്പ്, പിന്നെ കുറേ കഫേകൾ അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് അൽബേനിയയിലെ ഒരു ഫേമസ് മോണുമെൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻസ് മോണുമെൻ്റ് കാണാനാണ് കേട്ടോ. ഇത് അൽബേനിയയ്ക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിൻ്റെ സന്തോഷമായിട്ട് അവർ ആ ടൈമിൽ ഉണ്ടാക്കിയൊരു മോണുമെൻ്റാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ടൈമിൽ, ആ ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന രാജാവിൻ്റെ കല്ലറയും കൂടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് തന്നെ കുറച്ച് പോയാൽ നമ്മുടെ മുറാദിക് മോസ്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മോസ്ക് പോയി. എല്ലാതും ഇത് നടക്കാനുള്ള ഡിസ്റ്റൻസിലാട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അവർ ഉള്ളൊടുക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. പിന്നെ ഞങ്ങൾ നിസ്കരിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ ഇറങ്ങി. ഇത് ഇത്ര കാലം മുന്നേ ഉണ്ടാക്കിയതാണെന്നൊന്നും കണ്ടാൽ തോന്നൂല കേട്ടോ. നല്ല ഉള്ളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി തിരിച്ച് തീരാനേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് രാത്രി ഫുഡ് കഴിക്കാൻ നൂഡിൽസ് സാധനങ്ങളൊക്കെ വാങ്ങിക്കായിരുന്നു. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡുകളൊന്നും അങ്ങനെ അധികം ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ, കാരണം ഒന്നിനും അധികം മസാല സ്പൈസൊന്നുമില്ല, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമാകാത്തത് കൊണ്ട് ഞങ്ങൾ നൂഡിൽസും സൂപ്പും അങ്ങനെയൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോവുക ചെയ്ത് റൂമിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇനി 2 മണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ തിരാനേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. റോഡൊക്കെ തിരക്ക് ഭയങ്കര കുറവായിരുന്നു, അതുകൊണ്ട് നല്ല സുഖമായിരുന്നു പോരാൻ. റൂം പിന്നെ ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരാനയിലെത്തി. ഇത് എയർപോർട്ടിൻ്റെ അടുത്താട്ടോ, കാരണം നെക്സ്റ്റ് ഡേ നമ്മൾ ട്രിപ്പ് കഴിയല്ലേ. അപ്പോൾ ഇവിടുന്ന് എയർപോർട്ടിൽ പോകാൻ സുഖത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്ത റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ റൂമിലെത്തി. ഇക്ക കാറ് പാർക്കിംഗ് ഒന്നുകൂടെ ശരിയാക്കാൻ പോയിക്കാണ് വീടിൻ്റെ ആളുടെ കൂടെ. ഇതാണ് റൂം. നല്ല റൂമാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാത്റൂം അങ്ങനെ കയറി വന്നാലൊരു ഡൈനിങ് ഹാളും കിച്ചണും എല്ലാതും കൂട്ടിയാണ്. പക്ഷെ നല്ല റൂം. ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിക്കണം. കിച്ചണിലെ എല്ലാ പാത്രങ്ങളും എല്ലാതും ഉണ്ട് ഇവിടെ. ഇത് കോഫിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പാത്രങ്ങൾ,
അങ്ങനെ എല്ലാ സാധനങ്ങളും അടിയിലുണ്ടൊക്കെ. ഇങ്ങനെ വന്നാൽ ഇവിടെ ബെഡ്റൂം. അതൊക്കെ വൈകിക്കണു. ഇനി ഫുഡ് കുക്ക് ചെയ്യണം. ഞങ്ങൾ നൂഡിൽസൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പം ഇനി ഇക്ക വന്നിട്ട് അതൊക്കെ കുക്ക് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടോ. ഞങ്ങൾ നൂഡിൽസും പിന്നെ ചിക്കൻ്റെ ഒരു ഫില്ലറ്റിൻ്റെ ഒരു സംഭവമായിട്ട് വാങ്ങിക്കുന്നു. പിന്നെ ഞങ്ങൾ കോഫി ഉണ്ടാക്കി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അങ്ങനെ ഈ ഒരു ദിവസം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി കുറച്ച് സ്ഥലങ്ങളിലുള്ളൂ പോവാൻ. കുറച്ചൊന്നുമല്ല, ഒന്നോ രണ്ടോ സ്ഥലം. അത് കഴിഞ്ഞ് ഒന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു പോവും. ഇതാണ് റൂമിൻ്റെ ബാൽക്കണി കേട്ടോ. വ്യൂ കാണിച്ചു തരാം. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉള്ള എയർപോർട്ട്. ഇല്ല. ഞങ്ങളിവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട്, ഒരു ക്രൂജെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അതിപ്പോഴും ഓരോരോ ഓർമ്മക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. കുറേ കച്ചവടക്കാരൊക്കെ ഉള്ള. എങ്ങനെയാവും പോകുമ്പോന്നൊന്നും അറിയില്ല. പോയോക്കട്ടെ. അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് 28 കിലോമീറ്റർ, 50 മിനിറ്റ് ഉണ്ട് ട്രാവൽ ചെയ്യാൻ. ഇങ്ങോട്ട് പോണ വഴി കാണുമ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു, നാട്ടിലൊരു സ്ഥലത്തൊക്കെ പോണ പോലെ ഉണ്ട്. നാട്ടിൽ അട്ടപ്പാടിയൊക്കെ പോണ പോലത്തെ ഒരു ഇതാ തോന്നിയത് കേട്ടോ. റോഡ് സൈഡിൽ ഇങ്ങനെ മരങ്ങളും ഇതൊക്കെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക്. അങ്ങനെ ഈ മാർക്കറ്റിൻ്റെ ബാക്കിൽ തന്നെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. പെയ്ഡ് പാർക്കിംഗ് ആണ്. ഞങ്ങളിവിടെ ആദ്യമായിട്ടൊരു പാർക്കിംഗ് അതിൻ്റെ അടുത്ത് കിട്ടിയത് ഇവിടെ മാത്രം കേട്ടോ. അപ്പോൾ അവർ പറയുന്നു മുകളിൽ തന്നെ അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടുന്ന് നമ്മൾ 20 യൂറോക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ പാർക്കിങ്ങിൻ്റെ പൈസ റിട്ടേൺ തരുന്നു. പാർക്കിങ്ങിന് ആകെ 2 യൂറോ ഉള്ളൂ. അപ്പോൾ നമ്മൾ 20 രൂപ കഴിച്ചാൽ അവർ ഈ 2 യൂറോ തിരിച്ചു തരും എന്ന് പറയുമായിരുന്നു. ലേറ്റർ ആണല്ലേ. സിൽവർ മാഗ്നറ്റ് ഇതാ. ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാറും കൊണ്ട് പോകാം കേട്ടോ. മാർക്കറ്റിൻ്റെ മുകളിലാണ് ഇവിടെ ഒരു ക്രൂജെ കാസ്റ്റൽ ഉണ്ട്. ആ കാസ്റ്റലിലേക്ക് പോവാം. അപ്പോൾ കാസ്റ്റലിലേക്ക് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ മാർക്കറ്റിൽ കൂടെ അങ്ങനെ കാർ കൊണ്ട് പോവുകയും ചെയ്യാം. ഞങ്ങൾ താഴെ കാർ നിർത്തിയിട്ട് മുകൾക്ക് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇവിടെ ഓരോ ഷോപ്പത്തെ സാധനങ്ങൾ കാണാൻ നല്ല ഭംഗി കേട്ടോ. നമുക്ക് എല്ലാതും വാങ്ങിക്കാൻ തോന്നും, പക്ഷേ എല്ലാതും ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് ഇത് അവർ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മാർക്കറ്റാണ്. അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. അവിടെ ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് എല്ലാതും ഇങ്ങനെ കണ്ടത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ 2 സൈഡിലും എല്ലാ ഷോപ്പിലും സാധനങ്ങൾ ഒരേ ഇത് തന്നെയാണ് കേട്ടുള്ളത്. ഈ സാധനങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടു. എന്ത് രസമാണ് ഓരോ പ്ലേറ്റുകൾ കാണാൻ. ഇതൊക്കെ ഇവര് ഇങ്ങനെ പെയിന്റ് ചെയ്ത് ഉണ്ടാക്കണതാന്ന് കേട്ടോ പറയണത്.
ഇത് കോഫി ഉണ്ടാക്കണം. ഇവിടെ എല്ലാവരും നല്ല ചായയും കോഫിയും കുടിക്കും. ഞങ്ങൾ എല്ലാ റൂമിൽ പോയ റൂമുകളിലും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. Dopo fatto una Francesco, non c'è niente sopra. vuoi dare regalo? Ci mette la grappa qua. 3 euro. Va bene, dai. Olio di oliva, signora. Quanto è stato? 12. Ah, già c'è scritto. C'è un'amica, signora. Ma io il cane invece. Quale ti piace a te? Solo gatti. Solo gatti, signora. Cane no. Ti piace qualcosa? ബാഗാണതേ. Vai, grazie. Con il casino che mi hai fatto il negozio non mi interessa. Pure offerta, guarda un po'. Guarda un po'. Perché a casa chi le fa venire in Albania? Che c'è lì? Il casino non è proprio. ഇതില് ഫോർട്ടിന്റെ അവിടെ നിന്ന് കുറെ പോകണ്ടല്ലോ. ഇവിടുത്തെ എന്തൊക്കെ കാസ്റ്റിലേക്ക് കുറെ പോകണ്ടോ? അറിയില്ല എന്തേ. ഈ പാത്രങ്ങളൊക്കെ എല്ലാം ഇഷ്ടമായി. ഏകദേശം എല്ലാ ഷോപ്പിലും ഒരേപോലത്തെ സിമിലർ സാധനങ്ങളാണ് തോന്നുന്നുണ്ട്. ഓരോ ഷോപ്പിൻ്റെ മുന്നിൽ നമ്മൾ ചെല്ലുമ്പോഴേ അവർ നമ്മളോട് ഉള്ളിൽ കയറി കണ്ടു പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കയറ്റും കേട്ടോ. പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങാതെ ഇറങ്ങാന്ന് പറഞ്ഞാൽ നല്ല ഇടങ്ങേറാണ്. ഞങ്ങൾ നൈസായിട്ട് വേറെ ആരെങ്കിലും വരുമ്പം എല്ലാ ചാൻസിലും ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനത്തെ പാത്രങ്ങളാണ്. പക്ഷെ ഇക്കൊന്നും വാങ്ങാനായിക്കണില്ല, അതൊക്കെ പൊട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങോട്ട് എത്തിക്കന്നെ. സോപ്പോ ഇത് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടു. എല്ലാ ഷോപ്പുകളും മാഗ്നറ്റുകളുണ്ട്.
ഇതിനെല്ലാത്തിനും €1. ഇതിനാണോ? ഇവിടെ ഓരോ സാധനങ്ങൾ എന്തിനു ഉപയോഗിക്കണതാന്ന് പോലും അറിയൂല കേട്ടോ. ഇവിടെ പിന്നെ കുറേ ആ ഒരു ഹോളുള്ള പോലത്തെ സാധനങ്ങൾ കണ്ടോ ഈ സൈഡിൽ കാണണേ. ഇതുകളൊക്കെ അവർ വൈൻ ബോട്ടിൽസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണല്ലോ. അവിടെ ഇതുപോലെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഷോപ്പുകളുടെയും വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല, കാരണം എല്ലാ ഷോപ്പിലും ഒരേപോലത്തെ സാധനങ്ങൾ തന്നെയാണ്, അപ്പോൾ ബോറടിക്കണ്ട വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ഈ ഷോപ്പിൽ കണ്ടോ എല്ലാ ബ്രാൻഡഡ് ബാഗ്സിൻ്റെയും കോപ്പികൾ ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ട കോപ്പിയാണെന്നൊന്നും മനസ്സിലാവില്ല. ഇത് ഞങ്ങളൊരു ഷോപ്പിൽ കയറിയപ്പോൾ വലിയ ഖുർആനുണ്ടോ ചോദിച്ചപ്പോൾ അവർ എടുത്തു തന്നതാട്ടോ. ഒരു മാല ഉള്ളിൽ സൂറത്തൊക്കെ എഴുതിക്കണു പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് അൽബേനിയയിൽ വന്നിട്ട് എല്ലാ പ്ലേസിലും കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറയണ അവർക്ക് മനസ്സിലാവില്ല, കാരണം അവർക്ക് ഇംഗ്ലീഷ് നേരെ അറിയൂല. അപ്പോൾ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാനൊക്കെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് സാധനം മനസ്സിലാവലൊക്കെ കേട്ടോ. പക്ഷെ ഇവിടെ മാത്രം ഷോപ്പത്തെ എല്ലാ ആൾക്കാർക്കും ഇംഗ്ലീഷ് കുറച്ച് അറിയാം കേട്ടോ, കാരണം ടൂറിസ്റ്റുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെയുള്ള എല്ലാവരും കുഴപ്പമില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു മാർക്കറ്റിൽ കയറി വരുന്ന ആ ഒരു വഴി ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോയാൽ നമ്മൾ ഡയറക്റ്റ് ക്രൂജെ കാസ്റ്റലിലേക്കാണ് കേട്ടോ എത്തുക. ലെറ്റേഴ്സ് ഇംഗ്ലീഷിലാണെങ്കിലും എന്താ സംഭവം നമുക്കൊന്നും മനസ്സിലാവില്ല. എല്ലായിടത്തും ഉണ്ടാവും, പക്ഷെ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളൂ. പിന്നെ നമുക്ക് മുകളിൽ കയറാം. ഇവിടുന്ന് മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാണ് തോന്നുന്നു. ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ഈ ഒരു കാസ്റ്റലിക്ക്. അതിലെല്ലാം ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ കയറിയാൽ ഫുള്ള് ക്രൂജെ കാണാം. ഇങ്ങോട്ട് വരുന്ന വഴി നല്ല ഇടങ്ങാറ് കേട്ടോ, ആകെ വളഞ്ഞ് തിരിഞ്ഞ്. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വഴി കാണുമ്പോൾ ഇന്നലെ ആ ആട് ഞങ്ങളെ പിന്നാലെ കൂടിയത് ഓർമ്മ വരും. ഇക്ക ആ പട്ടി ഇറക്കണ്ടത് പറഞ്ഞു കൊടുക്ക. ഇതെന്താണ് ജയിലോ? ആ അങ്ങനെ ഇരിക്കട്ടെ അല്ലേ. ഇവിടെ ഇതിൻ്റെ മുകളിൽ കുറേ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ഹോട്ടലുകളാണ്. ഞാനും മുളപ്പോട്ടെ. നമ്മുടെ ഫസ്റ്റ് ഡേയിൽ ഞാൻ കാണിച്ചു തന്നില്ലേ സ്കന്ദർബഗ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ റൂളറിൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക് ഒരു സാധനം, ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചൊക്കെ ആ രാജാവിൻ്റെ കാലസമയത്ത്, മീൻസ് മൂപ്പര് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ഒരു കാസ്റ്റിൽ.
നല്ല തണുപ്പാണെന്ന് ഇന്ന് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ. ഞങ്ങൾ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരാൾ ഞങ്ങൾ കൈ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞു മുകളിൽ കയറിയാൽ നല്ല വ്യൂ കിട്ടും, അടിപൊളി വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓക്കെ വിചാരിച്ചിട്ട് മുകളിൽ കയറി നോക്കുമ്പോൾ അവിടെ മൂപ്പരുടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയാൽ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കും വിചാരിച്ചിട്ട് അവിടെ കൂടെ പോണ എല്ലാ ടൂറിസ്റ്റിനെയും വിളിച്ചങ്ങാണ്ട് മുകളിലേക്ക് കയറ്റുക കേട്ടോ. മുകളിൽ കയറിയാലുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ഒരു കുന്നിൻ്റെ മുകളിലാട്ടോ ഈ ഒരു കാസ്റ്റിലുള്ളത്. നമ്മൾ കുറേ കയറിയാണ് ഇവിടെ മുകളിലേക്ക് എത്തിയത്. ഇവിടെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ടവർ ഹൗസ് പോലൊരു സംഭവമുണ്ട്. അത് പൊളിയാതിരിക്കാനാണ് തോന്നുന്നു കുറേ ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കണു. അവിടെ കണ്ടോ മുകളിൽ അവിടെയാണ് കേട്ടോ മൂപ്പരുടെ ഹോട്ടലുള്ളത്. ആ ഒരു കുറച്ചും കൂടെ ഹൈറ്റില്ലല്ലേ, അപ്പോൾ ഒന്നും കൂടെ മുകളിൽ നിന്ന് കാണാമല്ലോ വിചാരിച്ചിട്ടാണ് എല്ലാവരെയും അങ്ങോട്ട് കയറ്റണത്. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ താഴത്തേക്ക് തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ താഴത്തെത്തിയപ്പോൾ കാസ്റ്റിലിൻ്റെ ഡോറ് തുറന്ന് എടുക്കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി, ഇനി ഉള്ളിൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ അവർ എന്തൊക്കെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായി തുറന്നത്. പിന്നെ ഞങ്ങൾ പുറത്ത് തന്നെ ഇറങ്ങി കേട്ടോ. ഇവിടെ രാജാവിൻ്റെ കസാലയിൽ കയറിയിരിക്കുന്ന ഇക്ക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിട്ടോ. ഇനി ഞങ്ങൾ നേരെ ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാണ്. ഞങ്ങൾക്ക് കാറ് 5 മണിക്കായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരത്തെ കൊടുക്കുക വിചാരിച്ചു. ഞങ്ങളൊരു 3:45 ആയപ്പോഴാണ് എയർപോർട്ടിൽ എത്തിയത്. കാരണം കാറിൽ എന്തെങ്കിലും ഫൈന് വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ടൈം എടുക്കില്ല വിചാരിച്ചിട്ട്. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് റിട്ടേൺ ഉണ്ടായിരുന്നത് 11:45 രാത്രി. പക്ഷേ അവർ കാറ് 5 മണിക്കാണ് റിട്ടേൺ ചെയ്യണം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ എയർപോർട്ടിൽ പോയി കുറേ ടൈം എയർപോർട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറ് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ് എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് തന്നെ. എയർപോർട്ടിലെത്തി ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു, ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുന്നു. കാക്ക് എന്താ തോന്നുന്നേ? നല്ല ഒരു 4 ദിവസം തീർന്നു. ഒരു ഇടങ്ങേറ്, സങ്കടം, സന്തോഷമുണ്ട്. എയർപോർട്ടാണുള്ളത്, വീട്ടിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇടങ്ങേറ് എവിടേക്കും കഴിഞ്ഞല്ലോ അലക്കും. എയർപോർട്ടിലെത്തിയിട്ട് അവർ കാറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഒരു ടയറിൻ്റെ വീൽ കപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവരെന്തായാലും ഫൈൻ ഇടുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. വേറെ ഫൈനൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വന്നില്ല. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ കയറി. കാറ് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പൈസ ഒന്നും മേടിച്ചില്ല. ഒരു ഞങ്ങളോട് പൊയ്ക്കോന്ന് പറഞ്ഞു. ഫൈനൊന്നും വന്നിട്ടില്ല, സമാധാനം. ഞങ്ങളൊരു 100 യൂറോ പൗണ്ടൊക്കെ പൗണ്ട് എന്ന് പറയണേ ഫൈനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു.
11:30ക്കുള്ള ഫ്ലൈറ്റിന് 3:45 തന്നെ എയർപോർട്ടിൽ എത്തിയത് കൊണ്ട് ഞങ്ങൾക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ കുറേ ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ തപ്പി, ഞാൻ പറഞ്ഞില്ലേ വ്ളോറിന്ന് കഴിച്ച ഒരു പിസ്താഷ്യോ ക്രോസ് ഉണ്ട്, അത് ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് കഴിച്ചു, പക്ഷേ മറ്റേതിൻ്റെ പോലെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു കട്ടിയുള്ള പോലെയായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ. മറ്റേത് കഴിക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിരുന്നു, ഇത് കഴിക്കുമ്പോൾ ഫ്രഷ്ലി ബേക്കഡ് അല്ല എന്ന് നമുക്ക് തോന്നുന്നു. അതൊന്നും നോക്കട്ടെ, നിങ്ങൾ വെറുതെ അറിയാക്കട്ടെ. ഭയങ്കര കട്ടിയാണ്, ഫ്രഷ് ആവൂലേ? ഇന്നലെ നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് കഴിച്ച ഭയങ്കര കട്ടിയാ, ഇന്നത്തെ ടേസ്റ്റില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കും ബോറൊന്നും അടിച്ചിട്ടില്ല എന്ന് വിചാരിക്കണു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.